അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി നഗരം കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കൊച്ചിയെ തേടിയെത്തുന്ന ഏതൊരാളുടെയും ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യമാണ് ഭക്ഷണം എന്നത്. കൊച്ചി നഗരത്തിൽ ഒരാളും വിശന്നിരിക്കരുത്. വിശപ്പുരഹിത കൊച്ചി എന്ന ലക്ഷ്യത്തിനായി നഗരസഭയും കുടുംബശ്രീയുമായി ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നവീന ക്ഷേമ പദ്ധതിയാണ് സമൃദ്ധി അറ്റ് കൊച്ചി. ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത്. ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. ഞങ്ങൾ കസ്റ്റമർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് മാർക്കറ്റിൽ പോയി ഓരോ കടകളിൽ കയറി ഇറങ്ങി ഏതൊക്കെ കടകളിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടണേ ആ സാധനങ്ങളൊക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങണത്. എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് സ്റ്റോർ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. സ്റ്റാർട്ടിങ് 5 മണിക്ക് തന്നെ തുടങ്ങും. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ ഉണ്ടാക്കണം, ലഞ്ചിൻ്റെ കറികളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വെജ് കറികളും. അങ്ങനെ ഞങ്ങളുടെ ഒരു 9 മണിയാകുമ്പോഴത്തേന് ഏകദേശം കാര്യങ്ങളെല്ലാം കഴിയും. സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 15ഓളം ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സൂപ്പർവൈസർമാരും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും ഉണ്ട്. ഓരോ ടീമിനും ടീം ലീഡേഴ്സ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ വഹിക്കുന്നത് ഈ ടീം ലീഡേഴ്സാണ്. ഇപ്പോൾ ലേഡീസ് തന്നെ എല്ലാ വർക്കും ചെയ്യണം. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ലേഡീസാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഏകദേശം ഒരു 20ഓളം നോൺ വെജ് വിഭവങ്ങൾ ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ബീഫ് റോസ്റ്റ്, ചിക്കൻ കൊണ്ടാട്ടം, മീൻ കറി, ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. നന്നായിട്ട് വിറ്റഴിയുന്ന ഐറ്റംസാണ്. പിന്നെ നമുക്കൊരു 30-40 കിലോയോളം ഫിഷ് ഫ്രൈ നമ്മളിവിടെ ഒരു ദിവസം എടുക്കാറുണ്ട്. പിന്നെ ബീഫാണെങ്കിൽ ഒരു 10-15 കിലോയോളം ബീഫ് ഒരു ദിവസം നമ്മൾ സെയിലാക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കൊണ്ടാട്ടം, ഇതെല്ലാം നല്ല മൂവിയാണ് ഐറ്റംസാണ് ഇവിടെ. നമ്മളിവിടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത് തവ ഫ്രൈ ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ അത് ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമായിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ലൈവായിട്ട് കൊടുക്കണതുകൊണ്ട് ഒത്തിരി ആൾക്കാർ അത് വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം നല്ല സന്തോഷത്തോടു കൂടി അവർക്ക് ഭക്ഷണം കൊടുക്കാനും ടേസ്റ്റായിട്ടും ഹൈജീനായിട്ടും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ച് നല്ല ഭംഗിയായി എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യവും ഒരു സന്തോഷത്തോടെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു മനസ്സും എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് 200 മുതൽ 300 വരെയുള്ള ജനങ്ങൾക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചുറ്റുപാട് നമ്മൾക്കിപ്പോൾ ഉണ്ട്. ആദ്യമൊന്നും നമുക്ക് അങ്ങനെ എന്നുള്ള ഇതുണ്ടായിരുന്നില്ല. പതുക്കെ നമ്മൾ അതിൽ മെച്ചപ്പെട്ട് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷവും കൂടി ഇതിനകത്തുണ്ട്. ഇന്ന് സമൃദ്ധി കൊച്ചിയുടെ ഹൃദയതാളമായി മാറിക്കഴിഞ്ഞു. ഇതുവരെ 23,85,649 ഊണുകളാണ് സമൃദ്ധി കൊച്ചിക്കായി നൽകിയിരിക്കുന്നത്. ടീ ആൻഡ് സ്നാക്സ് തുടങ്ങിയിട്ട് 3 മാസക്കാലമായി. ആദ്യം കുറച്ച് സ്നാക്സൊക്കെ പോകാറുള്ളൂ. പിന്നെ അവിടെ വിപുലീകരിച്ചപ്പോൾ
ഇപ്പം നല്ല കച്ചവടമുണ്ട്. പിന്നെ ഞങ്ങൾ നേരിട്ടാണ് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. കസ്റ്റമറുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. നല്ല നീറ്റായിട്ടും നല്ല ടേസ്റ്റോടു കൂടിയാണ് ഞങ്ങൾ പലഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കസ്റ്റമർ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. കൂടാതെ നമ്മളിവിടെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നവർക്ക് മിനിമം ഒരു 20,000 രൂപ സാലറി നൽകുന്നുണ്ട്. മാക്സിമം ഒരു 30,000 രൂപ. അത് കൂടാതെ മോർണിംഗ് ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ചെയ്യുന്നവർക്ക് TA നൽകുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫിനായിട്ട് പ്രത്യേകം ഒരു ക്യാൻറ്റീൻ ഇവിടെ അകത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും അവർക്ക് പ്രത്യേകമായിട്ടുള്ള മെനു അനുസരിച്ച് ആണ് ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. സമൃദ്ധിയിലെ എല്ലാ ജീവനക്കാർക്കും അവരുടെ ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങൾ നല്ല ഫുഡാണ് സെർവ് ചെയ്യുന്നത്. കാറ്ററിംഗ് തുടങ്ങി ആദ്യം നല്ല ആശങ്കയുണ്ടായിരുന്നു, എങ്ങനെയാവും ഇത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതൊക്കെ. ഇപ്പം നല്ല രീതിയിൽ കാറ്ററിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നവകേരള സദസ്സിലേക്കുള്ള 10,000 പേർക്കുള്ള ഫുഡൊക്കെ ഞങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ എക്സൈസിൻ്റെ സ്പോർട്സ് പരിപാടി ഉണ്ടായിരുന്നു, അവർ 5 നേരത്തെ ഭക്ഷണമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ആർമി റിക്രൂട്ട്മെൻ്റ് ഉണ്ടായിരുന്നു, അവരുടെ കാറ്ററിംഗ് എല്ലാം ഞങ്ങളാണ് ചെയ്തത്. നല്ല രീതിയിലാണ് ഇപ്പോൾ കാറ്ററിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഡോക്ടേഴ്സ്, മെഡിക്കൽ ഷോപ്പിലുള്ള പിള്ളേർ എല്ലാവരും വന്ന് ഫുഡ് കഴിക്കലുണ്ട്. അവർ എല്ലാ കടകളും അടച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉപകാരമുണ്ട്. എത്ര സമയത്തിന് വന്നാലും ഞങ്ങൾക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. രുചികൾക്കായുള്ള തയ്യാറെടുപ്പുകൾ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് പേരുടെ മനസ്സും വയറും നിറച്ചുകൊണ്ട് തുടരുന്നു സമൃദ്ധി. സമൃദ്ധി 3 വയസ്സിലേക്ക് അടുക്കുകയാണ്. 3 വർഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാതിരുന്ന ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പുതിയ സംരംഭത്തിന് നഗരസഭ തുടക്കം കുറിക്കുകയും 3 കൊല്ലം വിജയകരമായി ഒരു നഗരം മുഴുവനും ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുത്തതിൻ്റെയും ചാരിതാർത്ഥമാണ് എനിക്ക് മേയർ എന്ന നിലയിൽ സമൃദ്ധിയെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ളത്. വിശപ്പ് രഹിത കൊച്ചി എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. അത് കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ് ആരും വിശന്നിരിക്കരുത് എന്നുള്ളത്. ഞങ്ങളത് നിറവേറ്റിയിട്ടുണ്ട് എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല 70-ലധികം സ്ത്രീകൾക്ക് 20,000 മുതൽ ശമ്പളം ലഭിക്കുന്നു എന്ന് പറയുന്നത്, 70-ലേറെ കുടുംബങ്ങളെ സമൃദ്ധി നിലനിർത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഒരു നഗരത്തിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. കാട് പിടിച്ച് കടന്ന ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു, സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ ആരും എത്തി നോക്കാൻ പോലും സാധ്യതയില്ലാതിരുന്ന നഗരത്തിൻ്റെ ഒരു മോശം കാഴ്ചയെ ഞങ്ങൾ സുന്ദരമായ ഒരു കാഴ്ചയാക്കി മാറ്റി എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് കൊച്ചി നഗരസഭയുടെ, മേയറുടെ, കൗൺസിലിൻ്റെ, പ്രത്യേകിച്ച് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സണായ ഷീബാലാലിൻ്റെയും ഒക്കെ ഉറച്ച പിന്തുണയോടുകൂടി കുടുംബശ്രീ വനിതകൾ നടത്തുന്ന സമൃദ്ധി എന്ന ഈ കൂട്ടായ്മ 3ാം പിറന്നാളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ 2ാമത്തെ സമൃദ്ധി കൂടി സ്വാഭാവികമായും അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് പോവുകയാണ്. 2ാമത്തെ സമൃദ്ധി കൂടി
ഈ പിറന്നാൾ സമ്മാനമായി കൊച്ചി നഗരത്തിന് നൽകും എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ അങ്ങനെ ഒരു നല്ല ഒരു വാർത്തയോടുകൂടി സമൃദ്ധിയുടെ 3-ാം പിറന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. എല്ലാ കുടുംബശ്രീ വനിതകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. 3-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമൃദ്ധിക്ക് ജന്മദിനാശംസകൾ. നന്ദി.